ഹായ്, കരിയർ ഗൈഡൻസിൻ്റെ 13ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിൽ പല ആളുകളും പറയാറുണ്ട്, ഞാൻ എത്ര പഠിച്ചാലും അത് ഓർമ്മയിൽ നിൽക്കില്ല, എത്ര സമയം സ്പെൻഡ് ചെയ്താലും പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. പക്ഷെ അതേ പാഠം, അതേ ലെസൺ, അതേ സബ്ജക്റ്റ് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എളുപ്പത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും. അതിനൊരു പ്രധാന കാരണം നമ്മുടെ ലേണിംഗ് സ്റ്റൈൽ ആണ്. അതായത് ഓരോ മനുഷ്യൻ്റെയും തലച്ചോറ് അത് വിവരങ്ങൾ സ്വീകരിക്കുകയും അത് ഓർമ്മിക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലാണ്. എല്ലാവരുടേതും ഒരേപോലെയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരേ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികളും ഒരേ രീതിയിൽ പഠിക്കാത്തത്. കാരണം ഓരോരുത്തരുടെയും തലച്ചോറിൽ അത് വിവരങ്ങൾ ശേഖരിക്കുകയും അത് സ്വീകരിച്ചു വെക്കുകയും ചെയ്യുന്ന രീതി വേറെ ആയതുകൊണ്ടാണ് അത്തരത്തിൽ എന്ത് ചെയ്യാറുള്ളത് സംഭവിക്കാറുള്ളത്. നമുക്ക് പ്രധാനമായിട്ടും പഠന ശൈലിയെക്കുറിച്ച് ലേണിംഗ് സ്റ്റൈല് അത് 3 രീതിയിലാണ്. ലേണിംഗ് സ്റ്റൈല് 3 രീതിയിലാണുള്ളത്. ഒന്ന് വിഷ്വൽ ലേണേഴ്സ് അഥവാ കണ്ട് പഠിക്കുന്നവർ. വിഷ്വൽ ലേണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു കാര്യം, ഒരു സബ്ജക്റ്റ് ഇങ്ങനെ ഓറലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ചാർട്ടുകളോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ ആയിട്ട് ആ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു, പഠിക്കാൻ സാധിക്കുന്നു. ഇനി രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് ഒരു ഓഡിറ്ററി ലേണേഴ്സാണ്. അവർക്ക് പിക്ചേഴ്സോ ചാർട്ടോ അല്ലെങ്കിൽ മാപ്പോ ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് ഓറലി പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നു, അവർക്ക് കേട്ട് പഠിക്കുന്നതാണ് അവരുടെ തലച്ചോറ് എന്താ ചെയ്യുന്നത്, വിവരങ്ങൾ ശേഖരിക്കുന്നൊരു രീതി എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ 3ാമത്തെ വിഭാഗം ആളുകളാണ് കിനസ്തെറ്റിക് ലേണേഴ്സ്. ഇവർക്ക് ഒരു കാര്യം കണ്ട് ചിത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ വാക്കുകളിലൂടെയോ പഠിക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് ഇവർക്ക് പഠിക്കാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് ആ പഠിക്കുന്ന കാര്യങ്ങൾ അവർ പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ട് പഠിക്കുന്നതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. ഈ 3 രീതികളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ചെറിയൊരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇപ്പം ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളും എന്ത് ചെയ്യുക, ഈ ആക്ടിവിറ്റി ഒന്ന് ചെയ്തു നോക്കുക. ഒരു മിനിറ്റ് കണ്ണടച്ചിട്ട്, എല്ലാവരും ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾ 1 മിനിറ്റ് കണ്ണടച്ചിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്കുള്ള വഴി, ഇപ്പം നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ ആ വഴി നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക, ഒന്ന് ചിന്തിക്കുക. ഇപ്പം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് റോഡുകളും അതുപോലെ തന്നെ വീടുകളും ചിത്രങ്ങളായിട്ട് വന്ന ആളുകളുണ്ടാവും അല്ലേ. അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ജസ്റ്റ് ഇങ്ങനെ അതിനെപ്പറ്റി ഓർക്കുമ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ മനസ്സിലേക്ക് വന്ന ആളുകളുണ്ടാവും. ഇനി ചില ആളുകളുടെ മനസ്സിലേക്ക് അതിനെപ്പറ്റി ഓർക്കുമ്പം ആരെങ്കിലും വഴി പറഞ്ഞ അതിൻ്റെ സൗണ്ട് മനസ്സിലേക്ക് ഓടി വന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ആ വഴി നടന്നതുപോലെ അല്ലേ, ആ വഴിയിലൂടെ നടന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്തുണ്ടാവും, നിങ്ങളുടെ മനസ്സിലേക്ക് വന്നതുണ്ടാവും. അപ്പം അങ്ങനെ ഇതിൽ ഏതാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ പഠന ശൈലിയെക്കുറിച്ച് അറിയാനുള്ള ആദ്യത്തെ സൂചന എന്ന് മനസ്സിലാക്കാം. അപ്പം നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി ആലോചിക്കുമ്പം ഫസ്റ്റ് ചിത്രങ്ങളായിട്ടാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. അതായിരിക്കും നിങ്ങളുടെ പഠന ശൈലി, അതായത് നിങ്ങൾ വിഷ്വൽ ലേണേഴ്സ് ആയിരിക്കും. ഇനി ആരെങ്കിലും വഴി പറഞ്ഞു തന്ന ആ ഒരു ശബ്ദമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ എന്താണ്, ഓഡിറ്ററി ലേണേഴ്സാണ്. അപ്പം ഇനി ആ നടന്ന എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ എന്താണ്, കിനസ്തെറ്റിക് ലേണേഴ്സാണ് എന്നുള്ളതാണ്. ഇനി ഇത് ഓരോന്നും നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ വിഷ്വൽ എന്ന വാക്കിൻ്റെ അർത്ഥം കാഴ്ച എന്നാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്താണ്, ചിത്രങ്ങൾ, ചാർട്ട്, മാപ്പ്, ഡയഗ്രാം എന്നിവ ഉപയോഗിച്ച് പഠിച്ചാൽ അവർക്ക് വേഗത്തിൽ ആ വിഷയം, ആ സബ്ജക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കുട്ടിയോട് മനുഷ്യ ഹൃദയത്തിൻ്റെ ഭാഗങ്ങൾ പഠിപ്പിക്കണം എന്ന് വിചാരിക്കുക. ഒരു ടീച്ചർക്ക്
നമ്മുടെ ഹാർട്ടിൻ്റെ ഡിഫറെൻറ്റ് പാർട്ട് പഠിപ്പിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ ടീച്ചർ ജസ്റ്റ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാപ്റ്ററിലെ ആ പുസ്തകം മാത്രം വായിച്ചു കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു ടീച്ചർ അങ്ങനെ എന്ത് ചെയ്യുന്നു, പുസ്തകം മാത്രം വായിച്ചു കൊടുക്കുന്നു. എന്നാൽ വേറൊരു ടീച്ചർ ഈ പുസ്തകം മാത്രം വായിച്ചു കൊടുക്കുന്നതിന് പകരമായിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഹാർട്ടിൻ്റെ വലിയ പിക്ചർ കാണിക്കുകയും അതിൻ്റെ ഓരോ ഭാഗവും അതിൻ്റെ കളർ ഉപയോഗിച്ചിട്ട് അത് വിശദീകരിക്കുകയും ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പം വിഷ്വൽ ലേണേഴ്സായ കുട്ടി ഏത് രീതിയാണ് സ്വീകരിക്കുക? അതെ, രണ്ടാമത്തെ രീതിയാണ്. കാരണം ഓഡിറ്ററി ആയ ആളുകൾക്കാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക. വിഷ്വൽ ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് പിക്ചേഴ്സ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, വേഗത്തിൽ പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ കേരളത്തിൻ്റെ ജില്ലകൾ പഠിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ പേരുകൾ മാത്രം വായിച്ചാൽ ചിലർക്ക് എന്താകും, ബുദ്ധിമുട്ടാകും. പക്ഷെ അത് കേരളത്തിൻ്റെ മാപ്പ് നോക്കിയിട്ട് പഠിച്ചാൽ അതെന്ത് ചെയ്യുന്നു, അത് വേഗത്തിൽ ഓർമ്മയാകുന്നു എന്നുള്ളതാണ്. അപ്പം ഇതും എന്താണ്, ഇത് പിന്നെ വിഷ്വൽ ആയിട്ടുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ പഠിക്കാനുള്ള പിന്നെ എന്താ പറയുക മാർഗങ്ങളാണ് എന്നുള്ളതാണ്. ഇനി ഇവർക്ക് ഇഷ്ടമുള്ള പഠന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മൈൻഡ് മാപ്പ്, ഇപ്പോൾ ഒരു സബ്ജക്റ്റ് എഴുതിയിട്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, അവരെങ്ങനെ എഴുതി അങ്ങനെ പഠിക്കുന്നതായിരിക്കും ഇവർക്ക് ഇഷ്ടമുള്ള പഠന രീതി, അല്ലെങ്കിൽ അവർക്ക് വേഗത്തിൽ പഠിക്കാൻ സാധിക്കുക എന്നുള്ളത്. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഡയഗ്രാമാണ്. ഡയഗ്രാം, അതുപോലെ തന്നെ കളർ നോട്ട്സ് ഒക്കെ എഴുതുന്ന സമയത്ത് അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വേഗത്തിൽ പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട്, ഫ്ലാഷ് കാർഡ്സ്, വീഡിയോസ്, ഇൻഫോഗ്രാഫിക്സ്, ഇതൊക്കെ ഇവർക്ക് വിഷ്വൽ ലേണേഴ്സിനെ എളുപ്പത്തിൽ അവർക്ക് പഠിക്കാൻ സാധിക്കുന്ന ചില രീതികളാണ്. ഇനി ഇതിലെ രണ്ടാമത്തെ രീതി ഒന്നുകൂടി വിശദീകരിക്കുകയാണെങ്കിൽ ഓഡിറ്ററി ലേണിംഗ് സ്റ്റൈൽ എന്നുള്ളതാണ്. ഓഡിറ്ററി എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രവിക്കുക എന്നാണ്. അപ്പോൾ ഇത്തരക്കാർക്ക് എന്താണ്, കേട്ട് പഠിക്കാനാണ് കൂടുതൽ കഴിയുക. ഇപ്പോൾ അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ചില ഭാഗങ്ങളൊക്കെ പാട്ടായിട്ട് എന്ത് ചെയ്യുന്നു, പഠിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി ചരിത്ര പാഠം 5 പ്രാവശ്യം വായിച്ചു. പക്ഷെ മറ്റൊരു വിദ്യാർത്ഥി അതേ പാഠം എന്താണ്, ഒരു ടീച്ചർ കഥ പോലെ പറഞ്ഞു. അതുപോലെ തന്നെ ആ കുട്ടിക്ക് ആ കഥ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മറക്കാനാകുന്നില്ല. കാരണം അവൻ എന്താണ്, ഓഡിറ്ററി ലേണറാണ്. അപ്പം ഓഡിറ്ററി ലേണേഴ്സിന് എന്ത് ചെയ്യുന്നു, കേട്ട് പഠിക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും എന്നുള്ളത്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ചില വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ പാഠം ശബ്ദത്തിൽ വായിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചിലർ സ്വന്തം ശബ്ദം റെക്കോർഡ് ചെയ്ത് വീണ്ടും കേൾക്കും. ഇതും ഒരു ഓഡിറ്ററി ലേണിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്ററി ലേണേഴ്സിന് പഠിക്കാൻ സഹായിക്കുന്ന രീതികൾ എന്ന് പറയുന്നത്, ഒന്ന് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ടീച്ചർ എന്ത് ചെയ്യുന്നു, ആ പാഠഭാഗങ്ങളെ 1 by 1 ആയിട്ട് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, വേഗത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് ഡിസ്കഷൻ മെത്തേഡാണ്. പരസ്പരം എന്ത് ചെയ്യുക, ഒരു സബ്ജക്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്ന ഡിസ്കഷൻ നടത്തിയിട്ട് പഠിക്കുന്ന രീതി ഈ ഓഡിറ്ററി ലേണേഴ്സിന് ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയാണ്. അതുപോലെ തന്നെ പോഡ്കാസ്റ്റ്, ഓഡിയോ നോട്ട്സ്, ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ആയിട്ട് വരുന്നതിന് പകരം ഓഡിയോ നോട്ട്സ് ആയിട്ട് കേൾക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇവർക്ക് വേഗത്തിൽ പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, ഇപ്പോൾ ഒരാൾ ചോദ്യം ചോദിക്കുക, മറ്റൊരാൾ ഉത്തരം പറയാം. ഇനി അതേ ആൾ എന്ത് ചെയ്യുക, ചോദ്യം ചോദിക്കുക, അപ്പുറത്തെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഉത്തരം പറയാം. അപ്പോൾ ഈ രീതിയും ഓഡിറ്ററി ലേണേഴ്സിന് ഫലപ്രദമായിട്ടുള്ള രീതിയാണ്. അതുപോലെ തന്നെ സ്വന്തം ശബ്ദത്തിൽ പഠിച്ചത് എന്ത് ചെയ്യുക, പറയുക എന്നുള്ളതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഓഡിറ്ററി ലേണേഴ്സിൻ്റെ സഹായകമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇനി ഇതിലെ മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് കിനസ്തെറ്റിക് ലേണിംഗ് സ്റ്റൈൽ എന്നുള്ളതാണ്. കിനസ്തെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് പഠിക്കൽ അഥവാ പ്രാക്ടിക്കലായിട്ടൊരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരക്കാർക്ക് പ്രവർത്തനങ്ങളിലൂടെ പഠിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സയൻസ് ക്ലാസ്സിൽ ടീച്ചർ ഇലക്ട്രിക് സർക്യൂട്ട് പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിങ്ങനെ കുറേ സമയം ഇങ്ങനെ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇനി അത് ഒരു ഡയഗ്രാം വരച്ചിട്ടോ അല്ലെങ്കിൽ ചിത്രത്തിലൂടെ പഠിപ്പിക്കുകയാണെങ്കിലും ഇത്തരക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേഗത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കില്ല. പകരം എന്ത് ചെയ്യാണ്, ആ സർക്യൂട്ട് എന്താണ് എന്നുള്ളതിന് പ്രാക്ടിക്കലായിട്ട് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇത്തരം ലേണേഴ്സിന് വേഗത്തിൽ പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു പുസ്തകത്തിൽ ഒരു ചിത്രം മാത്രം കാണിച്ചു, എന്നാൽ വയർ, ബാറ്ററി, ബൾബ് എന്നിവ ഉപയോഗിച്ച് ഒരു സർക്യൂട്ട് ഉണ്ടാക്കി കാണിച്ചപ്പോൾ എന്ത് ചെയ്യും,
ഒരു കുട്ടിക്ക് വേഗം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത്തരം കുട്ടികൾ എന്താണ്, അവർ കിനസ്തെറ്റിക് ലേണേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി മറ്റൊരു ഉദാഹരണം, ഒരു സൈക്കിൾ ഓടിക്കാൻ ഒരാൾ ഇങ്ങനെ പുസ്തകം വായിച്ച് പഠിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ സൈക്കിളിൽ കയറി പലതവണ ശ്രമിച്ചാണ് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഇങ്ങനെ ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളതാണെന്നാണ് കിനസ്തെറ്റിക് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി ഇത്തരക്കാർക്ക് ഇഷ്ടമുള്ള പഠന രീതികൾ എന്ന് പറയുന്നത് ഒന്നെന്താ, പ്രാക്ടിക്കലായിട്ട് നാം പഠിച്ച കാര്യങ്ങളെ അതിനെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എന്ത് ചെയ്യുന്നു, കൊണ്ടുപോകുമ്പം ഇവർക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ എക്സ്പെരിമെന്റിലൂടെ എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളത്, അതും പഠിച്ച കാര്യങ്ങളെ അതിനെ എക്സ്പെരിമെന്റിലൂടെ എന്ത് ചെയ്യുക, ഒന്നുകൂടി പഠിക്കുകയാണെങ്കിൽ അവർക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രൊജക്റ്റ്, റോൾ പ്ലേ, മോഡൽ മേക്കിംഗ്, ലാബ് വർക്ക്, ഫീൽഡ് വിസിറ്റ്, ഗെയിംസ്, ഇത്തരം രീതികളൊക്കെ ഈ എന്താ പറയുക, കിനസ്തെറ്റിക് ലേണേഴ്സിന് ഫലപ്രദമായിട്ടുള്ള രീതികളാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ പഠന രീതി എന്ന് പറയുന്നത് ആളുകൾ വ്യത്യസ്തരാണ്, അവരുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ പഠിക്കുന്നതും അത് ഓർമ്മയിൽ വെക്കുന്നതും വ്യത്യസ്ത രീതിയിലാണ്. അപ്പം 3 രീതി ഞാൻ പറയാണ്: വിഷ്വൽ ലേണേഴ്സ്, അതുപോലെ തന്നെ ഓഡിറ്ററി ലേണേഴ്സ്, മൂന്നാമത്തതായിട്ട് കിനസ്തെറ്റിക് ലേണേഴ്സ്. അപ്പോൾ ഇതെന്താ, നമ്മൾ ഓരോരുത്തരും നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിലൂടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, പഠിക്കുന്ന കാര്യങ്ങൾ വളരെ സമയം നമ്മുടെ മെമ്മറിയിൽ അത് സൂക്ഷിക്കുവാനും നമുക്കത് ഇപ്പം എക്സാമിൻ്റെ സമയത്തൊക്കെ നമുക്കത് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കാണാത്തവർ ആ എപ്പിസോഡ് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് മറ്റുള്ളവർക്കും കൂടെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.